നമ്മൾ കഠിന മന്ത്രങ്ങളൊന്നും വാരാഹിയമ്മയെ കുറിച്ച് ജപിക്കരുത്. വാരാഹിയമ്മയെ മനസ്സിൽ കണ്ടുകൊണ്ട് ചോറ്റാനിക്കരി അമ്മയുടെ മഹാലക്ഷ്മി രൂപമാണ് എൻ്റെ മനസ്സിലുള്ള വാരാഹി ദേവി. അപ്പോൾ സപ്തമാതൃക്കളിൽ 5ാമത്തെ പഞ്ചമിയെ നമ്മൾ ധ്യാനിക്കുക. ഏറ്റവും തീരെ താഴേക്കിടയിൽ കിടന്ന ആൾക്കാർ നമ്മൾ ഈ മന്ത്രത്തിലൂടെ ഉയർത്തി 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 കൊണ്ടുവന്നിട്ടുണ്ട്. അത്ഭുതമാണത്. ജീവിതം മാറിപ്പോണെന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതമാണ് അമ്മ. കാര്യം കാണാൻ മാത്രം അമ്മയെ വിളിക്കരുത്. വരുന്ന ഭക്തൻ 1 രൂപ കയ്യിലെടുക്കാൻ ഇല്ലാത്തവനായിരിക്കും. നിങ്ങൾ ഒരു ചന്ദനത്തിൽ അമ്മയ്ക്ക് തെളിക്കും. ചോറ്റാനിക്കരമ്മ സർവസ്വമാണ്. എല്ലാത്തിൻ്റെ ആളാണ് ചോറ്റാനിക്കരമ്മ. മത്സ്യമാംസാദികൾ കഴിച്ചിട്ട് ജപിക്കുക, അത് പാടില്ല. 8 മണിക്ക് ശേഷം നമ്മൾ പ്രാർത്ഥിച്ചാൽ ഫലസിദ്ധി കൂടുതലാണ്. ഈ വാരാഹിയമ്മ ചോറ്റാനിക്കരമ്മ തന്നെയാണ്. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിന്റെ വഴികളിലേക്ക് വെളിച്ചമേകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ആത്മീയ ജ്യോതിഷ യാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ജ്യോതിഷിയായ ശ്രീമതി രാജലക്ഷ്മി ഉണ്ണികൃഷ്ണനാണ്. മാഡം നമസ്കാരം. വാരാഹി ദേവി, ദേവിയെ പറ്റി പറയാൻ ഒരുപാടുണ്ട്. സപ്തമാതൃക്കളിൽ 5ാമതായ വാരാഹി ദേവി, പഞ്ചമി. അതെ. അപ്പോൾ വാരാഹി ദേവി നമുക്ക് ക്ഷിപ്രപ്രസാദിയാണെന്ന് പറയും ദേവിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ദേവിയെ പ്രാർത്ഥിക്കേണ്ടത്? നമ്മൾ കഠിന മന്ത്രങ്ങളൊന്നും വാരാഹിയമ്മയെ കുറിച്ച് ജപിക്കരുത്. കഠിന മന്ത്രങ്ങൾ ആർക്കും പറഞ്ഞിട്ടുള്ളതല്ല. നമ്മൾ കൊടുക്കുന്ന മന്ത്രസിദ്ധി വരുത്തിയിട്ട് നമ്മൾ കൊടുക്കുന്ന മന്ത്രമാണ് ജപിക്കേണ്ടത്. യൂട്യൂബിൽ കാണുന്ന മന്ത്രങ്ങളൊക്കെ ജപിച്ച് യൂട്യൂബിൽ ഒരുപാട് മന്ത്രങ്ങളുണ്ട്. അതൊക്കെ ഈ എന്താ പറയുക, ഇങ്ങനെ ഉപാസനയൊക്കെ ഇല്ലാത്തവര് ഇരുന്ന് ജപിച്ച് കഴിയുമ്പോൾ അതിന് ഭയങ്കര സൈഡ് എഫക്റ്റ് വരും. അപ്പോൾ ആ മന്ത്രങ്ങൾ നമുക്ക് ജപിക്കാൻ പാടില്ല. വാരാഹി മന്ത്രങ്ങൾ ഓം വാരാഹി 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 വാർത്താളി 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 ഓം സർവൈശ്വര്യ വജ്രകോശ വാരാഹിയേ നമ എന്ന് നമ്മൾ ജപിക്കുക. അത് ജപിച്ചിട്ട് വേണം. ഓം വജ്രകോശമാണ് നമ്മൾ 108 ജപിക്കേണ്ടത്. ഓം വജ്രകോശം, ഓം വജ്രകോശം. ഇത് 108 ജപിക്കുമ്പോൾ വരാഹിയമ്മയെ മനസ്സിൽ കണ്ടുകൊണ്ട് അമ്മയുടെ മഹാലക്ഷ്മി രൂപം, എന്നാൽ ചോറ്റാനിക്കരി അമ്മയുടെ മഹാലക്ഷ്മി രൂപമാണ് എൻ്റെ മനസ്സിലുള്ള വാരാഹി ദേവി. അപ്പോൾ വാരാഹിയമ്മയെ നമ്മൾ തൊഴുത് നമസ്കരിച്ച് നമ്മൾ ജപിക്കുന്ന മന്ത്രം ഇതാണ്. ഞാൻ ജപിക്കുന്ന മന്ത്രം അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ എന്തോ ഒരു വല്ലാത്ത അനുഭൂതിയാണ് എനിക്കുണ്ടാകുന്നത്. അതുപോലെ വാരാഹി ദേവിക്ക് പല ഭാവങ്ങളിലുള്ള വാരാഹി ദേവി ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പൊ പറഞ്ഞ പോലെ മന്ത്രങ്ങളൊക്കെ ജപിച്ചു കഴിയുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാത്ത രീതിയിൽ, എന്നാൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഫലവും വേണം. ഇതാണ് ആ ഒരു ഭാവം. ഏതാണ് ഭാവം? നമുക്ക് വരാഹിയമ്മയുടെ, ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ചോറ്റാനിക്കരി അമ്മയുടെ മഹാലക്ഷ്മി രൂപം. അപ്പൊ സപ്തമാതൃക്കളിൽ 5ാമത്തെ പഞ്ചമിയെ നമ്മൾ ധ്യാനിക്കുക. എന്നിട്ട് അമ്മയുടെ മഹാലക്ഷ്മി രൂപമേ എനിക്ക് മനസ്സിൽ വരുള്ളൂ. അത് എത്ര മാറ്റിയാലും അതേ വരുള്ളൂ. എൻ്റെ അടുത്ത് കൺസൾട്ടേഷന് വരുന്ന ക്ലയൻറ്റിനോടും ഞാൻ ഇങ്ങനെ തന്നെ ഉപദേശിച്ചു കൊടുക്കണത്. അപ്പോൾ വരാഹിയമ്മയെ വിളിക്കുമ്പോൾ ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ മന്ത്രം ജപിക്കുക. അത് 108 ജപിച്ചിട്ട് ഈ ലക്ഷ്മി ഭാവം കണ്ടുകൊണ്ടിട്ട് നമ്മൾ അടുത്തത് ധനാകർഷണ മന്ത്രം എന്നും പറഞ്ഞ് നമ്മളൊരു മന്ത്രം കൊടുക്കും. ഓം ക്ലീം വരാഹമുഖി ഹ്രീം സിദ്ധി സ്വരൂപിണി ശ്രീം ധനവശങ്കരി ധനം വർഷയ വർഷയ സ്വാഹ. ഇത് ഭക്തൻ നന്നായിട്ട് അങ്ങ് ജപിച്ച് ഒരു 21 തവണ ഒരു ദിവസം ജപിച്ചാൽ അതിൻ്റെ ഫലസിദ്ധി അറിഞ്ഞവളാണ് ഞാൻ. ഏറ്റവും തീരെ താഴേക്കിടയിൽ കിടന്ന ആൾക്കാർ നമ്മൾ ഈ മന്ത്രത്തിലൂടെ ഉയർത്തി 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 കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒരുപാട് നാളൊന്നും, 1 വർഷമോ 6 മാസമോ ഒന്നും കൊണ്ടല്ല. തീർച്ചയായിട്ടും ഇവൻ എനിക്കും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുള്ള ആളാണ്. അപ്പോ ജീവിതം തന്നെ മാറിപ്പോകും എന്നുള്ളതാണ് ശരിക്കും. അതെ, അത്ഭുതമാണത്. ജീവിതം മാറിപ്പോണെന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതമാണ് അമ്മ. എൻ്റെ പ്രധാന ആളാണ് ചോറ്റാനിക്കരി അമ്മയും ഭഗവതിയും ഈ വാരാഹിയമ്മയും. ചോറ്റാനിക്കരി അമ്മയെ ഭജിക്കുമ്പോഴും ചോറ്റാനിക്കരി അമ്മയുടെ വടക്കേ നടയിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അവിടെ ഒരു ഫോട്ടോയിൽ നോക്കുമ്പോൾ നേരെ വാരാഹി ദേവി നിൽക്കും. അതെന്താ അങ്ങനെയെന്ന് എനിക്കറിയില്ല. അവിടെ 1-2 പ്രാവശ്യം എനിക്ക് അനുഭവപ്പെട്ടപ്പോൾ ഞാൻ
അവിടെ കൈകൂപ്പി പ്രാർത്ഥിക്കും. അപ്പോൾ വരുന്നത് അമ്മയുടെ രൂപം, വരാഹി രൂപമാണ് വരുന്നത്. അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉൾക്കൊണ്ട് ഞാൻ ജപിക്കും. അതുപോലെ നമ്മുടെ അടുത്ത് വരുന്ന കഷ്ടപ്പാടുള്ള ജനങ്ങൾക്ക് നമ്മളിത് പറഞ്ഞു കൊടുക്കും. അവർ കൃത്യമായിട്ട് ജപിക്കുന്നവരുണ്ട്, ജപിക്കാത്തവരുണ്ട്. കാര്യം കാണാൻ മാത്രം അമ്മയെ വിളിക്കരുത്. ഇത് ജപിച്ച് ആ ധനാകർഷണ മന്ത്രം ഒരു 21 തവണ ജപിക്കുക. ഞാൻ അവരോട് പറയും, ജപ്തി കേസുകളൊക്കെ ഒത്തിരി ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പൊ ഈ വീഡിയോ കേൾക്കുമ്പോൾ ജപ്തിക്കാരെല്ലാവരും പറയും ശരിയാണെന്ന് പറയും. ഇപ്പോൾ ഒരു ഏപ്രിൽ 19 ജപ്തി വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെ വരാഹി മന്ത്രങ്ങൾ ജപിച്ച് അമ്മയോട് പ്രാർത്ഥിക്കും. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. അതിൽ കുടുംബത്തിലെ ദോഷങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം അതിന് വേണ്ട പൂജാകർമ്മങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. അതും നിർബന്ധിക്കത്തില്ല. അവർക്ക് വേണമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. ഇതാണ് പൂജാതി കർമ്മങ്ങൾ. അതുപോലെ വാരാഹിയുടെ പല മന്ത്രങ്ങളുണ്ട്, പല രീതിയിലുള്ള മന്ത്രങ്ങൾ. വാരാഹി കാര്യസിദ്ധി മന്ത്രം, സ്വർണ്ണ വാരാഹി മന്ത്രം. ഞാനിതൊന്നും ജപിക്കാറില്ല. ഇതിന്റെയൊക്കെ പ്രത്യേകതകൾ എന്താണ്? ഞാൻ ജപിക്കാത്ത കൊണ്ട് തന്നെ ആ ഒരു മന്ത്രത്തിൽ ഇപ്പൊ പലരും പല മന്ത്രങ്ങൾ ജപിക്കുമെങ്കിലും ഞാൻ ഈ 2 മന്ത്രത്തിലൂടെ എൻ്റെ കാര്യങ്ങളെല്ലാം, അതുപോലെ എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരുടെ കാര്യങ്ങളും മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് മന്ത്രം നമ്മൾ ജപിക്കണ്ട. ഒരുപാട് മന്ത്രം നമുക്ക് കൺഫ്യൂഷൻ ആവും. ഏതൊക്കെ ജപിക്കാം ഇല്ലേ? ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ഈ മന്ത്രം ജപിക്കുന്ന സമയത്ത് നിഷ്കർഷ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ 100 രൂപയുടെ 150 രൂപയുടെ മുല്ലപ്പൂ മാല വാങ്ങിക്കും, ഡെയിലി വാങ്ങിക്കും അമ്മയ്ക്ക്. ഈ മാല ചാർത്തിയിട്ട് നമ്മൾ പൂ വച്ചതിന് ശേഷമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഭക്തന് ചിലപ്പോൾ വരുന്ന ഭക്തൻ 1 രൂപ കയ്യിലെടുക്കാൻ ഇല്ലാത്തവനായിരിക്കും. അപ്പൊ അവനോട് പറയുന്നത് എന്താ, നിങ്ങൾ 1 ചന്ദനത്തിരി അമ്മയ്ക്ക് തെളിക്കൂ. അതെ, കയ്യിലുള്ള കഴിവനുസരിച്ച്. ഒരിക്കലും വലുതായിട്ട് നമ്മൾ ആരെയും കാണാൻ പാടില്ല. ചെറിയ ആൾക്കാരാണ് വരുന്നത്. അവർക്ക് ചിലപ്പോൾ 100 രൂപയൊക്കെ ആയിരിക്കും വെക്കണത്. ഞാൻ അത് തന്നെ നിഷേധിക്കാറുണ്ട്. പക്ഷേ അവരത് രാശിപ്പലകയിൽ വെച്ചിട്ട് മേടിക്കാറില്ല കേട്ടോ. അങ്ങനെ കണക്ക് പറയാൻ നമുക്ക് പറ്റില്ല. ഇത് ശരിക്കും ഈ മുല്ലപ്പൂ ഒരു 2 മുഴം എന്ന് പറയുമ്പോൾ ഇന്ന് മുല്ലപ്പൂവിന് നല്ല റേറ്റാണ്. അപ്പം നമ്മൾ എന്താ പറയുന്നത്, ഒരു 4 മുല്ലപ്പൂ അല്ലെങ്കിൽ 2 മുല്ലപ്പൂ അമ്മയുടെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട്, അമ്മേ എനിക്കെൻ്റെ ഈ അരക്ഷിതാവസ്ഥകൾ മാറ്റിത്തരണേ എന്ന് പറഞ്ഞ് ഈ മന്ത്രം ജപിക്കുക. നമ്മൾ കൊടുത്ത മന്ത്രങ്ങൾ ജപിക്കുക. അത് ഗുരു ഉപദേശത്താലെന്ന് എടുത്തു പറയുന്നുണ്ട്. ഒരു ദീക്ഷ മന്ത്രദീക്ഷ കൊടുത്താണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. അതിനാണ് നമ്മളുടെ അടുത്ത് ആൾക്കാർ വരുന്നുണ്ട്, പ്രശ്നം വെക്കുന്നുണ്ട്. ഇത് ചോറ്റാനിക്കരയിൽ ഇരിക്കുമ്പോൾ വരാഹിയമ്മയുടെ പേര് പറഞ്ഞ് ഒത്തിരി പേര് വരുന്നുണ്ട്. അവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ ആദ്യം ചോറ്റാനിക്കര അമ്മയെ സ്മരിക്കുക. അവിടെ മഹാലക്ഷ്മി രൂപത്തെ ഇങ്ങനെ ധ്യാനിക്കുക. അമ്മയുടെ മഹാലക്ഷ്മി അല്ലേ നമുക്ക് പണം തരുന്നത്, അമ്മയല്ലേ പണം തരുന്നത്. അപ്പൊ ചോറ്റാനിക്കര അമ്മ സർവസ്വമാണ്, എല്ലാത്തിൻ്റെ ആളാണ് ചോറ്റാനിക്കര അമ്മ. അപ്പോൾ ആ രൂപം മനസ്സിൽ ധ്യാനിച്ച് പഞ്ചമി ദേവിയെ, അതായത് നമ്മുടെ വരാഹി ദേവിയെ നന്നായിട്ട് മനസ്സിൽ കണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. ഞാൻ തരുന്ന മന്ത്രം നിങ്ങൾ രക്ഷപ്പെടും, 100% ഉറപ്പാണ്. പിന്നെ നിഷ്ഠകളില്ലാതെ, അതായത് മത്സ്യമാംസാദികൾ കഴിച്ചിട്ട് ജപിക്കുക, അത് പാടില്ല. അതുപോലെ വാരാഹിയമ്മയുടെ ജപം എന്ന് പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഇതുപോലെ യൂട്യൂബിൽ ഓം വജ്രകോശമാണെങ്കിലും അല്ലെങ്കിൽ വാർത്താളി എന്നുള്ള ആ മന്ത്രമാണെങ്കിലും നമ്മൾ അത് ഇതിനകത്ത് കൊടുക്കുമ്പോൾ അവർ പ്രത്യേകം പലരും വന്ന് കമൻസ് പറയുന്നത് കാണാം, 8 മണിക്ക് ശേഷമേ വാരാഹി മന്ത്രങ്ങൾ ജപിക്കാവുള്ളൂ അല്ലെങ്കിൽ വാരാഹി ദേവിയോട് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇതിൽ എത്രത്തോളം സത്യമുണ്ട്? സത്യമാണ്. ഇത് വാരാഹി ക്ഷേത്രത്തിൽ പഞ്ചമി പൂജകൾ ചെയ്യുന്നത് 8 മണിക്ക് ശേഷമാണ്. 8 മണിക്ക് ശേഷം നമ്മൾ പ്രാർത്ഥിച്ചാൽ ഫലസിദ്ധി കൂടുതലാണ്. അല്ല, അതിന് മുന്നേ പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും? അതിന് മുന്നേ പ്രാർത്ഥന പറയുന്നുണ്ട്. വെളുപ്പിന് 4:30 തൊട്ട് 7:30 വരെ. ആ സമയത്ത് ഭക്തന്മാർ കുറവായിരിക്കും. ആ സമയത്ത് കുളിക്കാൻ തന്നെ മടിയുള്ളവരായിരിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കണേ, 8 മണിക്ക് ശേഷം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കുളിച്ച് വന്നിരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം
നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങിക്കോളൂ, നിങ്ങൾക്ക് ആ ഫലം കിട്ടും. അപ്പൊ പകൽ സമയത്ത് ചൊല്ലാൻ പാടില്ല എന്നാണ്? പകൽ സമയത്ത് ചൊല്ലരുതെന്നാണ് പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇപ്പൊ പറഞ്ഞ എൻ്റെ അമ്മയെ ഞാൻ അങ്ങ് ഹൃദയത്തിലിട്ട് വെച്ചിരിക്കും. എപ്പോൾ ചൊല്ലണമെന്ന് എനിക്ക് നാവില് വരുമ്പോഴൊക്കെ ജപിക്കാറുണ്ട്. അതെ, അതൊരു കുറ്റമായിട്ട് ഞാൻ അതെ. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭക്തന്റെ ആരാധനാമൂർത്തിയെ ഏത് സമയത്ത് വേണേലും എപ്പോൾ വേണോ എൻ്റെ മനസ്സിൽ വരും അമ്മ. അമ്മയോട് ഇതിലൊക്കെ മെയിൻ ഒരു കാര്യമുണ്ട്. ഈ പ്രാർത്ഥന സമയത്തും ഇതുപോലെ വജ്രകോശം ജപിക്കുകയാണെങ്കിലും ധനാകർഷണം ജപിച്ചാലും എല്ലാം ഭക്തൻ നന്ദിയോടെ വേണം സ്വീകരിക്കാൻ. അതെ, നന്ദിയില്ലാത്ത ഭക്തൻ, ഇപ്പം നമ്മൾ ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്തു, ആ ആള് നന്ദിയില്ലാതെ തിരിഞ്ഞ് നടക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് നാളെ ചെയ്യാൻ തോന്നുമോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. അതാണ് ഇതിലെ സംഭവം. ഞാൻ വരാക്കിയമ്മയോട് ചോറ്റാനിക്കരമ്മയോട് നന്ദി പറഞ്ഞാണ് എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങുന്നത്, എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന ഓരോ കാര്യവും കഴിയുമ്പോൾ നന്ദി പറഞ്ഞ ഇറങ്ങുന്നത്. വരുന്ന ജനങ്ങളോടും പറയുന്ന അതാണ്, നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് നന്ദി പറഞ്ഞിറങ്ങും എന്ന് പറയും. അവർ ശരിക്കും വാരാഹി രൂപത്തിലാണ് എന്നെ കാണുന്നത്. പക്ഷേ നമുക്ക് ആ ഒരമ്മ എന്ന് വിളിക്കുമ്പോൾ എല്ലാവരും ചോദിക്കും, അമ്മ എന്ന് എന്തിനാണ് വിളിക്കണേ അത് എന്ന് ചോദിക്കും. അടുത്തിടെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ വെച്ചൊരു സംഭവം ഉണ്ടായി, പറയാലോ അല്ലേ? അപ്പം അതൊരു അധികം പ്രായമില്ലാത്തൊരു കുട്ടി, ആർട്ടിസ്റ്റാണ് അദ്ദേഹം. അദ്ദേഹം വന്ന് എപ്പോഴും എൻ്റെ കാലിൽ നമസ്കരിക്കും. എന്ന് വെച്ചാൽ കയ്യിൽ ഇങ്ങനെ തൊട്ടിട്ട് നമസ്കരിക്കും. ഞാൻ അത് മാറ്റിയെടുക്കാനായിട്ട് ഞാൻ ആ കുട്ടിയെ കുറേ നിർബന്ധിച്ചു. എന്ന് വെച്ചാൽ അത് പാടില്ല, ക്ഷേത്രത്തിൽ വെച്ച് നമ്മളങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ചോദ്യത്തിന് ഉത്തരം മുട്ടിച്ചു കളഞ്ഞു. ഇങ്ങനെ ഞാനത് പറഞ്ഞപ്പോൾ എൻ്റെ ഉത്തരം മുട്ടിച്ചു കളഞ്ഞു ആ കുട്ടി. ആ കുട്ടി പറഞ്ഞ്, ഞാൻ അമ്മയെ കാണുന്നത് വാരാഹി രൂപത്തിലാണ്, എൻ്റെ സ്വന്തം അമ്മയ്ക്ക് നമസ്കരിച്ചാൽ എന്താ കുഴപ്പം? സ്വന്തം അമ്മയെ നമ്മൾ തൊട്ട് തൊഴില്ലേ, അതുപോലെ ഞാൻ അമ്മയെ തൊട്ട് തൊഴിൽ എന്താ ഒരു കുഴപ്പം? വല്ലതും നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? അതെ, അതാണ്. അപ്പം അത് ചോറ്റാനിക്കരമ്മയുടെ ഇങ്ങനെ രൂപമൊക്കെ വരയ്ക്കുന്നുണ്ട്. അപ്പം ആദ്യമായിട്ട് ഒരു ദക്ഷിണ കൊടുത്തത് ഞാനാണ്. അപ്പം അത് തൊട്ടതിന് നല്ലതാന്ന് പറഞ്ഞിട്ടാണ് അത് വന്നിട്ട് നമ്മൾ നമസ്കരിക്കുന്നത്. അതെ, അത് ഒരു തരത്തിലൊരു ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു നന്ദി സൂചകമായ ഒരു പ്രവൃത്തി. ഇതിലൊക്കെ പറയുമ്പോഴേ നന്ദി ഇല്ലാത്തവരൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അതെ, അതെ, ഇല്ലേ? ഒരു മിഠായി മേടിച്ച് എലിസബത്ത് എനിക്ക് തന്നാൽ ഞാനത് കഴിച്ചു കഴിഞ്ഞാൽ, നന്ദി എലിസബത്ത്, എനിക്ക് സന്തോഷമായി, നല്ല മിഠായി എന്ന് പറയുമ്പോഴാ സന്തോഷം. അതുപോലെ വാരാഹി ദേവിയുടെ ക്ഷേത്രങ്ങൾ കേരളത്തിൽ എവിടേക്കാണുള്ളത്? കേരളത്തിലുള്ളത് ആദ്യം ഞാൻ പോയിക്കൊണ്ടിരുന്ന ആലന്താഴം അന്തിക്കാട് എന്ന് പറയുന്ന ക്ഷേത്രം, തൃശ്ശൂർ. അന്തിക്കാട് എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. ആനിന്റെ ചോട്ടിൽ അമ്മ ഇരിക്കുന്നു. നല്ല ഭഗവതിയാണത്. ഞാൻ അവിടുത്തെ ഉത്സവങ്ങൾക്കൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പൊ കുറച്ചായിട്ട് നമ്മൾ ഇങ്ങനെ കയറി പറയാറില്ല. പിന്നെ രണ്ടാമത് കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിനടുത്തുണ്ട് ഒരു വാരാഹി ക്ഷേത്രമുണ്ട്. ഞാൻ ഇന്ന് വരെ അവിടെ പോയിട്ടില്ല. കാരണം അന്തിക്കാടുമായിട്ടാണ് എനിക്ക് ബന്ധം. വാരാഹിയമ്മ ഒന്നേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത്. അത് കണിച്ചുകുളങ്ങരയില്ല. വാരാഹിയമ്മയും ഇവിടുത്തെ വാരാഹിയമ്മയും തിരുവനന്തപുരത്ത് ഉണ്ട്. തിരുവനന്തപുരത്ത് ക്ഷേത്രമുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. എല്ലാ വാരാഹിയമ്മയും സമർപ്പിക്കുന്നത് അന്തിക്കാട് പോയിട്ടാണ്. ഇപ്പൊ അടുത്തിടെ ഞാൻ തമിഴ്നാട്ടിലെ കുമളിക്കപ്പുറം ഒരു ക്ഷേത്രത്തിൽ പോയി. അത് 600 അടി താഴെയാണ് അമ്മ ഇരിക്കണേ. പാതാള വാരാഹി ക്ഷേത്രം. ഞാൻ പോയി പാതാള വാരാഹി ക്ഷേത്രം. അവിടുന്ന് തളയിട്ടിട്ടുണ്ട് കാലില്. അപ്പൊ വാരാഹിയമ്മയുടെ പ്രതിരൂപമാണ്. കുമളി കഴിഞ്ഞ് കട്ടപ്പന കുമളി കഴിഞ്ഞിട്ടാണ് പോയത്. ഇത് വെളുപ്പിന് ഒരു 4:30 മണിക്കാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് ചോറ്റാനിക്കര വന്നത്. ചോറ്റാനിക്കര ദേവി കൃപയ്ക്കകത്ത് വണ്ടി ഇട്ടിട്ടാണ് ഞാൻ ഒരു ഊബർ വിളിച്ചിട്ട് പോണത്. അവിടം വരെ 7,500 രൂപയാണ് ഇത്. അവിടുന്ന് തിരിച്ച് ആ വണ്ടിക്കാരൻ എന്നെ കൊണ്ട് ദേവി കൃപയിലാക്കുമ്പോൾ സമയം എന്തായെന്നറിയും? 12:30 മണി രാത്രി. അവിടുന്ന് ഏതൊരു പെണ്ണ് വണ്ടി എടുക്കും? പക്ഷെ എൻ്റെ അമ്മ എന്നെ കൊണ്ടിട്ട് വണ്ടി എടുപ്പിച്ച് വീട്ടിൽ കൊണ്ട് എന്നെ സുരക്ഷിതമാക്കി എത്തിച്ചു. അമ്മ കൂടെ ഉണ്ടാവും. എനിക്ക് ശരിക്കും മനസ്സിലായിരിക്കുന്ന കാര്യം ഈ വാരാഹിയമ്മ ചോറ്റാനിക്കരമ്മ തന്നെയാണ്. സപ്തമാതൃക്കളല്ലേ? അതെ, അമ്മ തന്നെയാണ് എന്നെ സംരക്ഷിക്കുന്നതെന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഹിന്റ്. അതെ, അതാണ്.